ഹലോ മക്കളെ, അപ്പോൾ ദേ സുപ്രഭാതത്തിൽ തന്നെ നല്ല അടിപൊളി ബീഫ് വരട്ടിയതും ഇടിയപ്പവും എന്തല്ലേ. ഇന്ന് ആരെയാണാവോ കണി കണ്ടത്. തലേ ദിവസം രശ്മിപ്പിള്ളയുടെ സ്പെഷ്യൽ ബീഫ് വരട്ടിയതുണ്ടായിരുന്നേ. അത് പിറ്റേന്ന് ഇങ്ങനെ ചൂടാക്കി വരട്ടി വരട്ടി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു രുചിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. പിന്നെ നേരെ ലഞ്ചിലേക്ക് പോകാൻ കേട്ടോ. ഇന്ന് ആരെയാ സത്യത്തിൽ കണി കണ്ടതെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരുന്നേ. ഇത് എൻ്റെ ഫേവറേറ്റ് കോവയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ ഇന്നത്തെ താരം ഇതാ കേട്ടോ, എപ്പിയുടെ വറുത്തരച്ച മീൻകറി, അതും നെയ്മീനായാലോ. എനിക്കറിയില്ല കേട്ടോ, എപ്പി ഇതിൻ്റെ ഒരു ആശാട്ടി അമ്മയാണെന്ന് തന്നെ പറയണം കേട്ടോ. എങ്ങനെ എപ്പി വറുത്തരച്ച മീൻകറി വെച്ചാലും ഇന്ന് വരെ ഫ്ലോപ്പായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഒടുക്കത്തെ ടേസ്റ്റുമാണ്. ഇതിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദ നിർവൃതിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ ഒരു പീസ് മീൻ ഇങ്ങനെ എടുത്ത് കുറച്ച് ബീൻസ് തോരനും കൂടെ വെച്ച് അതിനുശേഷം ദേ കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയൂടെ വെച്ച് ആദ്യത്തെ വായ ഇങ്ങനെ ആസ്വദിച്ചങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നീട് ഞാൻ ആ മീൻ കറിയുടെ മാത്രം ടേസ്റ്റ് കിട്ടാനായിട്ട് മീനിൻ്റെ പീസസും ചാറും വെച്ച് കേട്ടോ കഴിച്ചത്. വേറൊന്നും ഇതിൻ്റെ കൂടെ വേണ്ട. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ എന്താ പറയണ്ടേ, കോവയ്ക്കയും ഈ ബീൻസ് തോരനും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവരെയും കൈവിട്ടില്ല. ശേഷം ദേ ഞാൻ ഫുള്ള് കഴിച്ച് തീർത്ത് കേട്ടോ. പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ച്. ഇതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ഞാൻ എപ്പിയോടൊന്നും വഴക്കിട്ട് കേട്ടോ. ആ വാശിക്ക് രാത്രി ഫുഡ് കഴിച്ചില്ലേ. എൻ്റെ വിചാരം ഒരു ചട്ടി നിറയെ മീൻകറി ഉണ്ടല്ലോ, നാളെ ബാക്കി കാണുമെന്നായിരുന്നേ. പിറ്റേന്ന് ഉച്ചയ്ക്ക് ചട്ടി ചെന്ന് നോക്കിയപ്പോൾ ചട്ടി കാലി. അങ്ങനെ വലിയൊരു അബദ്ധം കാണിച്ച് ഞാൻ എന്താ ഈ പ്ലേറ്റിൽ കണ്ട അത്രയും മീൻകറി മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കൂടെ അത് കഴിച്ച് തീർത്ത് വൈകിട്ട് ഈ ഒരു പായസം കൂടെ കുടിച്ചേ. ചെറിയൊരു നോവൽ വായിക്കുമായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ സേമിയ പായസം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്ന് ഇത്ര കഴിച്ചോളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാത്രി ഇവിടെ ഒരു ഗുസ്തി സ്റ്റണ്ടൊക്കെ ഉള്ളതിനാൽ എൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം ഞാൻ സ്കിപ്പാക്കിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.